ഗുഡ് മോർണിംഗ്. അമ്മേ, പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ടീയാ. എന്റെ മോനെ ചായപ്പൊടിന്റെ വെള്ളം പറയടാ തേണ്ടി. പഞ്ചസാര കഴിഞ്ഞിട്ട് 4 ദിവസമായി. പൂമുഖത്താരാടാ? നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടോ? എന്റെ അമ്മയാണ് അത്ര അമ്മ. അപ്പൊ മരിച്ചു പോയത് എന്റെ അച്ഛനല്ലേ? ശരിയായിരിക്കും. ഞാനാണെങ്കിൽ ലേശം വെളുത്തിട്ട, അച്ഛനാണെങ്കിൽ പ്യൂർ ബ്ലാക്കും. അമ്മേ, ബ്ലാക്ക് ടീ ഇല്ലെങ്കിൽ വേണ്ട, പഴയ പോലെ പഴകഞ്ഞി വെള്ളം തന്നെ എടുത്തോ. നായിന്റെ മോനെന്നാ തുടക്കം. മിക്കവാറും ഇന്നും നായി നക്കും എന്റെ ജീവിതം. രാവിലെ തന്നെ പത്രം ഒന്നും ഭാഗ്യം എടുത്ത് വച്ചേക്ക, എന്തേലും പൊതിഞ്ഞോണ്ട് പോവാ. ചരമക്കുളത്തിന്റെ അങ്ങാടി നിലവാരം നോക്കാം. ഇന്ന് ഇത്രേ ഉള്ളൂ. ചരമക്കുളം ലൈവാ? ഇതെപ്പോഴെത്തി? ഈശ്വര, ആരെങ്കിലും കൊന്നിട്ടതാണോ എന്തോ? ആവു, ചത്തിട്ടില്ല. ഡാ വടക്കം വീടാ, എഴുന്നേറാ. നീ പോയില്ലടാ? പോയി. പിന്നെ എന്നതാടാ കൊച്ചു വെളുപ്പാങ്കാലത്ത്? എടേ, അതിനിത് വടക്കം വീടല്ല, ഇത് ഒടക്കം വീടാ. ഐ മീൻ എന്റെ വീട്. എടാ നാറിയേ, എന്തോ എന്നാ പിടി, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ പാർച്ചിനിക്കടവ് മുത്തപ്പ, ഇതാര്? വടക്കം വീട്ടിലെ കൊച്ചു തമ്പുരാനോ? ഇന്നലെ രാത്രിയും ഗുഡ് നൈറ്റ് പറഞ്ഞൂല്ലേ തറവാട്ടെന്ന്? ഏതായാലും ബ്ലാക്ക് ടീ വേസ്റ്റ് ആയില്ല. ഈ തൊണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇതങ്ങ് പിടിച്ചാട്ടെ. സന്തോഷം. ആഹാ, രാത്രി കിടക്കാൻ നേരം ചൂടാകാൻ കഴിക്കുന്നതും ഇതേ കളർ, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുന്നതും ഇതേ കളർ. ഇതാണമ്മേ കളർഫുൾ എന്ന് പറയുന്നത്. കാറ്റ് പറഞ്ഞതും പൊള്ള്, കടല് പറഞ്ഞതും പൊള്ള്, കാലം പറഞ്ഞതും പൊള്ള്, ഉൾക്കാടിച്ച ബാറി നടിച്ചതും പൊള്ള്. എടാ അച്ചുവേ, അങ്ങനൊരു വരി ഇല്ലല്ലോടാ അതില്. അടിച്ചതൊന്നും ആയില്ല എന്ന് പറയായിരുന്നു. ഇറങ്ങി വന്ന് ഊതറ. അയ്യേ സാറെന്തോ സാർ, എനിക്കങ്ങനെ വൃത്തിയുടെ ശീലമില്ല. എന്നാൽ ക്ഷമിക്കണം, എനിക്കങ്ങനെ ഊതി പരിചയമില്ല. പക്ഷെ ഞാൻ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ട, ഇതിലേക്ക് ഊതിയാ മതി. എന്നതിനാ സാറേ ഊതുന്നത്? എന്റെ അമ്മായിയമ്മയുടെ പുകയില്ലാത്ത അടുപ്പിൽ പാല് കാച്ചാൻ വേണ്ടിട്ടാടാ ഊതാൻ പറഞ്ഞ്. ആലുവ അടുപ്പെന്ന സാറ് ഉദ്ദേശിച്ചത്? ഓ, പകയില്ലാത്ത അടുപ്പ്. പാതിരാത്രിയിൽ മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചും പോരാഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യാൻ വന്ന പോലീസുകാരനെ ഒരുമാതിരി ആക്കുന്നോടാ. അതാണോ കാര്യം? അതൊക്കെ നേരത്തെ ചോദിച്ചാ പോരായിരുന്നു. എന്റെ പൊന്ന് സാറെ, ബിവറേജസ് കോർപ്പറേഷന് മുമ്പിൽ പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്നാലേ സാധനം കിട്ടുന്നത്. എന്നാ കിട്ടിയ സാധനം വീട്ടിലിരുന്ന് സമാധാനം അടിക്കാന്ന് വിചാരിച്ചാൽ വീട്ടുകാരെ സമ്മതിക്കല. വല്ല പാടത്തോ വരമ്പത്തോ ഇരുന്ന് ഇതങ്ങ് കാലിയാക്കാന്ന് വിചാരിച്ചാൽ ദേണ്ട ഉടനെ സാറുമാരെ ടോർച്ച് അടിച്ചോണ്ടുള്ള വരവ്. ഇല്ലാത്ത കാശും കൊടുത്ത് ബാറിൽ നിന്നൊരു 3 എണ്ണം അടിച്ച് പുറത്തോട്ടിറങ്ങിയാലോ? ദേ അടക്കുന്ന നട റോഡിലെ സാറന്മാരുടെ ഒരു ഊതിക്കും. സാറിന്റെ മോനാ? സാറേ, സർക്കാരിന് വർഷാവർഷം ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നത് നമ്മളിപ്പോൾ കഴിച്ചിരിക്കുന്ന ഇതേ മദ്യം വിറ്റ ടാക്സിൽ നിന്നാണ്. ശരിക്കും? ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയല്ലേ? നിന്ന് ചിലക്കാതെ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കടാ. എങ്ങനെ വണ്ടി എടുക്കാൻ? അങ്ങനെ സാറ് പറഞ്ഞല്ലടാ, പാവല്ലടാ, മുന്തുരി തല കെട്ടി വണ്ടി ഒന്ന് ഇട്. സാറുമാരെല്ലാരും കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ. അല്ല, ഞങ്ങള് രണ്ടുപേരും കൂടെ മാത്രം പൊക്കിയത് പൊങ്ങുകയല്ല. സാറ് മോഡൽ 964 അല്ലാതെ ഇപ്പോഴത്തെ ഡ്യൂക്കിൽ 916 അല്ല. മോനെ, നീ ആരാന്നാടാ നിന്റെ വിചാരം? ഞാൻ ആരാന്നാടാ എന്റെ വിചാരം? അടി. അപ്പൊ അതറിയില്ലേ? ഉറക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞ്. സാറ് ഇവിടെ പുതിയതാണല്ലേ? എന്റെ പൊന്ന് സാറേ, സാറൊക്കെ കണ്ട 4 തവണ സല്യൂട്ട് അടിക്കുന്ന SP സാറുണ്ടല്ലോ, പോലക്കോട് SP അലക്സ് തോമസ്. അദ്ദേഹത്തിന്റെ അനിയനാ. ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാ. എന്നാൽ പൊതുമരാമത്ത് മന്ത്രി മിസ്റ്റർ ജോസഫ് കുര്യനും നിർഭാഗ്യവശാൽ എന്റെ ചേട്ടനാണ്. പിന്നെ കളക്ടർ, അഡ്വക്കേറ്റ്, അങ്ങനെ കുറെ പേര് വേറെ. അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ, ശരിക്കും
അങ്ങോട്ടും ഇങ്ങോട്ടും കര ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം. സാറേ ഇവനിങ്ങനെ എരം കെട്ട് പോയെങ്കിലും തറവാട്ടിലുള്ളവരൊക്കെ കൊമ്പത്തുള്ളവരാ. കൊള്ളാം, കൊമ്പത്തുള്ള ചേട്ടന്മാരുടെ പേരും പറഞ്ഞ് നീ ഇവിടെ മേയാൻ ഇറങ്ങിയിരിക്കല്ലേ? പോയില്ലേ? ഇന്നത്തേക്ക് ഒരു ദിവസം, നാളെ നേരം വെളുക്കുമ്പോ അവിടെ സ്റ്റേഷനിലുണ്ടായിരിക്കണം. ഓ ഉണ്ടാക്കിക്കോളാമേ. അതല്ല, തറവാടിന്റെ വലിപ്പം പറഞ്ഞ് കുടുംബത്തിരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഏത് മറ്റേടത്തെ ചേട്ടന്മാരുടെ അനിയനാണെന്നും ഞാൻ നോക്കില്ല. കുടുംബത്ത് കയറി വന്ന് കൂമ്പിടിച്ച് കളിക്കും ഞാൻ. കേട്ടടാ നായിന്റെ മോനെ. ആ കേട്ടെ. ആർ ഗണേശൻ സാറേ. വീട്ടിൽ പോടാ. പോയിക്കോളാതെ അച്ചുവേ. എന്തോ എന്നാൽ ശരിക്കും ഹലോ അപ്പാ ഞാനാ അലക്സ്. എന്നതാടാ? കാര്യം മറ്റൊന്നുമല്ല, ആ എരണം കെട്ടവൻ തന്നെ. അവൻ ഇന്നലെ രാത്രി അവിടെ ഡ്യൂട്ടിയിലിരുന്ന SIയെ കൈവച്ചു. അവന്റെ പരിപ്പ് എടുക്കാനായിട്ട് സ്റ്റേഷനിൽ എല്ലാരും കൂടെ അങ്ങോട്ട് വരാൻ തുടങ്ങുക, വടക്കം വീട് തറവാട്ടിലോട്ട്. SP അലക്സ് തോമസിന്റെ അനിയനെ SIയെ കൈകാര്യം ചെയ്തതിന്റെ പേരിൽ വീട്ടിൽ കയറി പൊക്കിയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ റിസൾട്ട് വരിക. ഞാൻ എന്നാ വേണമെന്ന് അപ്പം പറ. ഈ തൊപ്പി ഉരി വെച്ച് തറവാട്ട് പറമ്പിൽ കിളക്കാൻ ഇറങ്ങണോ? നീ ഒന്നും വേണ്ട, അതെന്നെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കോണിപ്പടി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂര് രമണിയുടെ വീട്ടില് മതില് ചരമായിരുന്നു. കറക്റ്റ് പൊക്ക. ഈശ്വര, ഈ കിടപ്പിലങ്ങ് തീർന്നു പോയാ മതിയായിരുന്നു. പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന അടിമേടിച്ച് തീരുന്നതിലും ഭേദം. ഡാ, ഡാ, കൊച്ചു കുഞ്ഞ്, ഡാ, ഡാന്നോ? എഴുന്നേക്കടാ. ഏത് പന്ന മോനടാ എന്നെ ഡാന്ന് വിളിക്കുന്നത്? ചത്തുപോയ നിന്റെ അപ്പനാടാ. ദാ ഇവിടെ ഈ ഓട്ടും പുറത്ത്. അച്ചുവേ, നീ എന്നതാടാ ഈ പാതിരാത്രിയില്? ഓ, രാത്രിയല്ല പകലാ. ഇപ്പൊ തൃപ്തിയായല്ലോ. വേണ്ട വേണ്ടാന്ന് ഞാൻ പലയിടത്തും പിടിച്ചു പറഞ്ഞു, എന്നിട്ടും തല്ലി. തല്ലിയെന്നോ? നിന്നെ ആരാടാ തല്ലിയത്? എന്നെ അല്ല, ആ ഗണേശനസിയെ. അവിടെ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഫുൾ വിങ്. പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ. എടാ നീ എന്നതൊക്കെയാ പറയുന്നത്? ആ ഗണേശൻ SI ആയിട്ട് നമ്മൾ ഇന്നലെ രാത്രി എന്ത് ഡീസന്റ് ആയിട്ടാടാ പിരിഞ്ഞത്. ആ ഡീസന്റ് മനുഷ്യനെ വെറും 2 മിനിറ്റ് കൊണ്ടാടാ നീ 8 കുളിമുറി 7 അടുക്കളയാക്കി മാറ്റിയത്. നന്നായിട്ടൊന്ന് ഓർത്തു നോക്കിയേ. എടാ അജുവേ, ആ ഗണേശൻ SI അവസാനം വിളിച്ച നായിന്റെ മോനേല് ഒരു ഭീഷണിയില്ലടാ. ശരിക്കും അതുള്ളതാ. എന്നാ പിന്നെ ഗിയർ മാറ്റല്ലേ? അയ്യോ വേണ്ട, വേണ്ടെന്ന്. നീ കൊച്ചുഞ്ഞിന്റെ തറവാട്ടിൽ കയറി വന്ന് എന്റെ കൂമ്പിടിച്ച് കളക്കും അല്ലടാ SI കഴിവറണ മോനെ. ശരിക്കും ഇതാ അവിടെ സംഭവിച്ചത്. ഈ ഓടിന്റെ പുറത്തിരുന്ന് ഇനിയും ഞാൻ വിശദീകരിക്കണോ? എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവല്ലേ? വേണ്ട, ഞാൻ ഇനി കള്ളൂടി നിർത്താൻ തീരുമാനിച്ചതാ. ശരിക്കും ആളെ ആൾക്കാരെ മറന്നിട്ട് നമുക്കിനി ഒരു പെഗ് പോലും അടിക്കണ്ട. ആ അത് പോട്ടെ, ഈ നടന്ന സംഭവത്തിലോട്ട് ഞാനിപ്പോ എന്നതാ വേണ്ടത്? വേണ്ടതെന്ന് ഞാൻ പറയാം. ഇവിടുന്ന് 27 വയസ്സ്. പോലീസിന്റെ കുപ്പായമിട്ട് ഇന്നേ വരെ ഒരുത്തനും ഒരു താൻ തോന്നി അന്വേഷിച്ച് ഇങ്ങോട്ട് കാര്യം വന്നിട്ടില്ല. നീ ഒരുത്തൻകാരന് അങ്ങനെ വല്ലതും നടന്നാ പിന്നെ വച്ചേക്കത്തില്ല തോമച്ചൻ. വാ പൊളിച്ച് നിക്കാതെ ഇറങ്ങടാ പുറത്ത്. ഇറങ്ങുക അന്നേ. എന്നാലും അമ്മാവ, കൊച്ചുഞ്ഞിങ്ങനെ കക്കൂസി പോലും പോവാതെ ഇതേപടി പോലീസ് സ്റ്റേഷനിലോട്ട് കെട്ടിയെടുത്ത ആ ചീത്തപ്പേരും ഇതേ തറവാട്ടിന് തന്നെ അല്ലയോ? അധിക പ്രസംഗി. ഇനി നിന്റെ ആസനം കഴുകാൻ പോലീസാണ്.